വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്തെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയൊക്കെ അച്ഛനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. ഈ 18-ാം അധ്യായത്തിൽ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് നേരിട്ട് പറഞ്ഞ ഒരു ഉപമയാണ്. ഒരുപക്ഷെ മറ്റ് സുവിശേഷങ്ങളിലൊന്നും നമുക്ക് കാണാൻ ഇടയില്ലാത്ത ഒരു ഉപമ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു മീറ്റിങ്ങിലേക്ക് അച്ഛൻ ക്ഷണിച്ച സമയത്ത് ഏത് ഭാഗം വചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അതിയായ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം അനേക വചന ശുശ്രൂഷകൾ ഒരുപക്ഷെ ഈ ഒരു കോമ്പൗണ്ടിൽ ഇരുന്നു കൊണ്ട് കേട്ടിട്ടുള്ളവരാണ് ഇതിലെ ഭൂരിഭാഗം ആൾക്കാരും. ധാരാളം വചനം കേൾക്കുവാനായി അവസരം ലഭിക്കുന്നവരുമാണ്. അതുകൊണ്ട് ഏതൊരു വേദഭാഗമായിരിക്കണം ഇന്നത്തെ ഒരു ധ്യാന ചിന്തയ്ക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായ വലിയൊരു സംഘർഷം അത് വന്നെത്തി നിന്നത് ഈ ഒരു വേദഭാഗത്തിലേക്കാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വേദഭാഗം ഞാൻ ധ്യാനത്തിനായി ചൂസ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് എനിക്കും വ്യക്തമായ ഒരു ഉത്തരമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഒരു ദിവസത്തേക്ക് അടുക്കുന്ന ഒരു 2-3 ദിവസത്തിൽ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയധികം ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാഗം ഞാൻ തിരഞ്ഞെടുക്കണമെന്ന് എൻ്റെ ഉള്ളിൽ ദൈവം ഒരു തോന്നൽ തന്നത്. അതിന് ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം ധാരാളം വചന ശുശ്രൂഷകൾ കേൾക്കുന്നവരാണ് നമ്മൾ. ആത്മീയ തരംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു മീറ്റിംഗ് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഇടവകയുടെ ആഭിമുഖ്യത്തിലോ ഒരു സെൻറ്ററിൻ്റെയോ ഒരു ഭദ്രാസനത്തിൻ്റെയോ ഒന്നും ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതല്ല. ഇവിടെ വരാൻ നമുക്കാരുടെയും കമ്പൾഷനുമില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഒരു മീറ്റിങ്ങിന് പൊതുവേ സാധാരണഗതിയിൽ കടന്നു വരുന്ന ജനമെന്ന് പറയുന്നത് അല്പമെങ്കിലും ഉള്ളിൽ ആത്മീയ തീക്ഷ്ണതയുള്ളവരാണ്. അതായത് അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പാടണം, പ്രാർത്ഥിക്കണം, വചനം കേൾക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തയോടുകൂടെ കടന്നു വരുന്നവരാണ്. അതിനുവേണ്ടി മാസത്തിലെ ഒരു ദിവസം വേർതിരിച്ച് സമയം കണ്ടെത്തി വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഒരുപക്ഷെ ദൂരത്ത് നിന്നൊക്കെ കടന്നു വരുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ വചനത്തിന് എന്തോ നമ്മളോട് സംസാരിക്കുവാനായിട്ട് ഉണ്ട്. കാരണം ഇവിടെ കർത്താവ് ഈ ഉപമ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ചിലരെക്കുറിച്ച് പ്രത്യേകമായി ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വചനമായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെല്ലാവരും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ക്ലെൻസിങ് ഏജൻ്റാണ് വെള്ളം. നമുക്കറിയാം വെള്ളം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലം വൃത്തിയാക്കാനായൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്ലെൻസിങ് ലിക്വിഡാണ് വാട്ടർ. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഏറ്റവും അധികം വെള്ളം ഉപയോഗിക്കപ്പെടുന്ന 2 മുറികളാണ്. ഒന്ന് നമ്മുടെ അടുക്കളയാണ്. ഭക്ഷണം പാചകം ചെയ്യുന്ന ഇടത്ത് നമ്മൾ സാധാരണഗതിയിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കും. 2 ബാത്റൂമാണ്. അവിടെയാണ് കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ വെള്ളം എന്ന് പറയുന്ന ക്ലെൻസിങ് ഏജൻറ്റ് ഈ 2 മുറികളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുമെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം ദൈനംദിന ജീവിതത്തിൽ എല്ലാ ദിവസവും വൃത്തിയാക്കപ്പെടേണ്ടുന്ന 2 മുറികളാണ് നമ്മൾ പാചകം ചെയ്യുന്ന അടുക്കളയും നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂമും. ഞാനതിനെ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തുമ്പോൾ ഏറ്റവും അധികം വചനം ലഭിക്കുന്ന ഹൃദയങ്ങളാണ് ഏറ്റവും അധികം ശുദ്ധീകരിക്കപ്പെടേണ്ടുന്നത്.
ഏറ്റവും അധികം വെള്ളം ഉപയോഗിക്കപ്പെടുന്ന മുറികൾ എല്ലാ ദിവസവും ശുദ്ധീകരണത്തിന് വിധേയമാക്കണമെങ്കിൽ ഏറ്റവും അധികം വചനം കേൾക്കുകയും വചനത്തെ ഏറ്റെടുക്കുകയും വചനം മറ്റുള്ളവരോട് പറയാനുള്ള വാഞ്ച കാണിക്കുകയും ചെയ്യുന്ന ആത്മീയ തരംഗത്തിൻ്റെ ഭാഗമാകുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും അധികം ശുദ്ധീകരിക്കപ്പെടേണ്ടുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടന്നെങ്കിലേ നമുക്ക് ചുറ്റിനുമുള്ളവരുടെ അടുക്കലേക്ക് ഈ തരംഗമായി നൽകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ കർത്താവ് ഈ ഉപമ പറയാൻ തുടങ്ങുമ്പോൾ 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞു. കർത്താവിന് വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു. ഞാൻ ഈ ഉപമ പറയുന്നതിലൂടെ ആരുടെ ഹൃദയത്തിലേക്കാണ് ഇത് ചെല്ലേണ്ടുന്നത്, ആരെക്കുറിച്ചാണ് താൻ പറയുന്നതെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദ്ദേശം കർത്താവിനുണ്ട്. അവിടെ 2 കൂട്ടരെ കുറിച്ച് പറയുന്നു. ഒന്ന്, സ്വയം നീതീകരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടർ, സെൽഫ് റൈച്ചസ് പീപ്പിൾ. 2, മറ്റുള്ളവരെ ധിക്കരിക്കുന്ന, ദോസ് പീപ്പിൾ ഹു ലുക്ക് ഡൗൺ ഓൺ അതേഴ്സ്. എനിക്കതിൻ്റെ ആ ഇംഗ്ലീഷ് ബൈബിളിലെ അതിൻ്റെ ആ ഒരു വാക്യം കുറച്ചുകൂടി മനസ്സിലാക്കാൻ അർത്ഥമുള്ളതും കുറച്ചുകൂടി ആഴമുള്ള അർത്ഥമാണെന്ന് തോന്നി. ദോസ് ഹു ആർ കോൺഫിഡൻറ്റ് ഓഫ് ദെയർ റൈച്ചസ്നെസ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരാത്മവിശ്വാസമുണ്ട്. ഞാൻ വീണു പോകത്തില്ല, ഞാൻ പാപം ചെയ്യത്തില്ല, ഞാൻ തെറ്റിപ്പോകത്തില്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ ആത്മീയ മേഖലയിൽ ഉയർന്നവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരോട് വളരെ വ്യക്തമായി ഈ ഉപമയിലൂടെ കർത്താവ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട്, താനൊരു ഉയർന്ന നിലയിലാണെന്നുള്ള സ്വയനീതീകരണത്തിൻ്റെ ഫലമായി മറ്റുള്ളവരെ തരം താഴ്ത്തി കാണാൻ സാധ്യതയുള്ള ഒരു കൂട്ടരെ കുറിച്ചും. ഇവരെ 2 പേരെയും കൂടെ ചേർത്താണ് കർത്താവ് ഈ ഉപമ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക, കാരണം ഈ വചനം എന്നോടും കൂടെയാണെന്ന്. കാരണം കൂടുതലായി വചനം ഏറ്റെടുത്ത് നടക്കുന്നത് കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഞാനും വ്യത്യസ്തയല്ല എന്നുള്ളൊരു ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്നത് ആവശ്യം. അതുകൊണ്ട് ഈ വചനം തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ളതാണ്. അധികം വചനം കേൾക്കാത്തവർക്കോ കൈകൊട്ടി പാടാത്തവർക്കോ പ്രാർത്ഥിക്കാത്തവർക്കോ ഉപവസിക്കാത്തവർക്കോ ഒന്നുമല്ല. ഇതൊക്കെ ചെയ്യുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പറഞ്ഞ ഉപമയായി ഇതിനെ കാണുവാൻ നമുക്കിടയായി തീരണം. ഏറ്റവും നന്നായി നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി കർത്താവ് ഇവിടെ 2 പേരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഒരുവൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. നമുക്ക് ഈ പരീശനെന്നും ചുങ്കക്കാരനെന്നും കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു അലർജി ആയതുകൊണ്ട് നമുക്ക് ഇവരുമായി ഒന്ന് താതാത്മ്യം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നും. ദർ ഇസ് നത്തിങ് ഇൻ മൈ ലൈഫ് ടു ഐഡൻറ്റിഫൈ വിത്ത് ദം. അതുകൊണ്ട് പരീശനല്ല ഞാൻ ചുങ്കക്കാരനുമല്ല. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇവരെ 2 പേരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് പരീശനെന്നോ ചുങ്കക്കാരനെന്നോ ചിന്തിക്കേണ്ട, മറിച്ച് വിശ്വാസികളായിരിക്കുന്ന 2 പേര് വ്യത്യസ്ത മനോഭാവമുള്ളവരെന്ന് കണ്ടാൽ മതി. അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെയും നമ്മളുടെ വിശ്വാസത്തെയും നമ്മളുടെ ഹൃദയത്തെയും ഈ മനുഷ്യരുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ നമുക്ക് സാധിച്ചു എന്നിരിക്കും. അതുകൊണ്ട് ഞാനൊരു പരീശനെന്നോ ഞാനൊരു ചുങ്കക്കാരനെന്നോ ഒന്നും നമ്മളൊരു ടൈറ്റിലോ ടാഗോ നമുക്കായിട്ട് കൊടുക്കണ്ട. മറിച്ച് നമ്മളൊരു വിശ്വാസിയാണ്, പക്ഷെ വ്യത്യസ്ത മനോഭാവമുള്ള വിശ്വാസികളെക്കുറിച്ച് കർത്താവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ കർത്താവ് 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. കർത്താവ് തുടങ്ങുന്നത് വളരെ മനോഹരമായിട്ടാണ്. ആരെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്, അല്ലെങ്കിൽ അവരെ പരീശനെന്നോ ചുങ്കക്കാരനെന്നോ ഒക്കെ വിളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ അവർ പോയി എന്നുള്ളതാണ്. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. 2 പേരും പോയത് ഒരു കാര്യത്തിന്. 2 പേരുടെയും ഉദ്ദേശം ഒരു കാര്യമായിരുന്നു. ദ പർപ്പസ് ഫോർ വിച്ച് ദേ വർ ദെയർ ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. എന്തിനാണോ അവർ ദേവാലയത്തിൽ ചെന്നത്, ഒരേ കാര്യത്തിനാണ് ഈ 2 മനുഷ്യരും ചെന്നത്. 2 പേരും പ്രാർത്ഥിപ്പാനായി ചെന്നു. എന്നാൽ അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളിലാണ് ഈ 2 മനുഷ്യരിലെയും വ്യത്യസ്തത എന്താണെന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. 10-ാം അധ്യായത്തിൻ്റെ അവസാനം അങ്ങനെ പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇവരെ 2 പേരെയും കർത്താവ് തിരഞ്ഞെടുത്തതെന്നുള്ളതിന് ആ ഒരു സംസ്കാരത്തിൽ ഏറ്റവും അധികം പാപത്തിൻ്റെ ഒരു സിമ്പലായി ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് മനുഷ്യരെ പിഴിഞ്ഞുകൊണ്ട് ചുങ്കം പിരിക്കുന്ന ഒരു ചുങ്കക്കാരൻ്റെ പ്രതീകമാണ്. മറ്റേ ഒരാൾ പരീശൻ എന്ന് പറഞ്ഞാൽ
ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ നന്നായി പഠിച്ച് അരച്ച് കലക്കി മറ്റാരെയും ഏതൊരു വിധത്തിലും ഏതൊരു സമയത്തും പഠിപ്പിക്കുവാൻ കെൽപ്പുള്ളവൻ, സമൂഹത്തിൽ മാന്യനെന്ന് പറയുന്നവൻ, പുറമേ നോക്കുമ്പോൾ എല്ലാ രീതിയിലും ഒരു സൊസൈറ്റിയുടെ റെസ്പെക്റ്റ് നേടുന്ന ഒരു വ്യക്തിയാണ് ഫാരസി അല്ലെങ്കിൽ പരീശൻ. അതുകൊണ്ടാണ് ഈ രണ്ട് അന്തരത്തിലുള്ളവരെ കർത്താവ് ഈ ഒരു ഉപമയ്ക്ക് തെരഞ്ഞെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവരെ രണ്ടുപേരും പ്രാർത്ഥിപ്പാൻ പോയി. എന്നാൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനാ ജീവിതത്തിലെ വ്യത്യാസമാണ് അവരുടെ ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും മനോഭാവത്തിലെ വ്യത്യാസം നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ 11-ാം വാക്യത്തിൽ പറയുന്നത്, പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ. ഒന്നാമതായി പരീശന് പറ്റിയൊരു പരാജയം തൻ്റെ പ്രാർത്ഥനയിൽ. അവൻ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയെങ്കിലും ആരോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അവന് തിരിച്ചറിയാൻ പറ്റാതെ പോയി. അതുകൊണ്ടാണ് 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചത്, അവൻ അവിടെ നിന്ന് ആരോടാ പ്രാർത്ഥിച്ചത്? അവൻ തന്നോട് തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൽ പരീശന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെയും വിശ്വാസ ജീവിതത്തിലെയും ഒന്നാമത്തെ പരാജയം എന്ന് പറഞ്ഞത്, ഹി ഫോർഗോട്ട് വെയർ ഹി ഹാഡ് ടു ലുക്ക് അപ്പ് ടു. ദേവാലയത്തിൽ ചെന്ന് നിന്നപ്പോൾ ആരോടാണ് സംസാരിക്കേണ്ടുന്നത്, ആരെയാണ് നോക്കേണ്ടുന്നത് എന്നുള്ള കാര്യം അവൻ അങ്ങ് മറന്നുപോയി. അത് മറക്കാനുള്ള പ്രധാന കാരണം തനിക്ക് ചുറ്റിനും നിന്നവരെ അവൻ നോക്കി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എങ്ങോട്ട് നോക്കണം, ആരോട് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം അവൻ മറന്നുപോയത്. പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പോയ വഴിക്ക് പോലും അവൻ ആരോട് സംസാരിച്ചിട്ടില്ല. കാരണം അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ ഉരുവിട്ടുകൊണ്ട് വളരെ കെയർഫുള്ളായി അവൻ ദേവാലയത്തിനുള്ളിൽ ചെന്നു. പക്ഷെ അവൻ്റെ നോട്ടം തെറ്റിപ്പോയി. അവൻ എവിടേക്ക് നോക്കണമെന്നോ ആരോട് പ്രാർത്ഥിക്കണമെന്നോ ഉള്ള കാര്യം അവൻ മറന്നുപോയിട്ട് അവൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറഞ്ഞു. അവിടെയാണ് അവൻ്റെ സെൽഫ് റൈച്ചസ്നെസ്സിൻ്റെ ഒന്നാമത്തെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അവൻ തന്നോട് തന്നെ കാര്യങ്ങൾ പറയുകയാണ്. ദൈവത്തോട് പറയേണ്ടുന്ന കാര്യങ്ങൾക്ക് പകരം അവൻ തന്നോട് തന്നെ. അവൻ എന്താണ് പറഞ്ഞത്? ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ദൈവത്തോട് പറയേണ്ടുന്നതിന് പകരം തന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, തനിക്ക് ചുറ്റിനും നിന്നവരെയും തൻ്റെ മനസ്സിൽ താൻ വളരെയധികം നിന്ദിക്കുകയും പരിഹസിക്കുകയും പാപികളെ നെണ്ണുകയും ചെയ്തവരെ എല്ലാം അവൻ്റെ മനസ്സിലേക്ക് അവൻ കൊണ്ടുവന്നു. അവൻ കുറേ പാപങ്ങളൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ജീവിതത്തിൽ. അവരെയൊക്കെ ചില പേര് ചൊല്ലി അവൻ വിളിക്കുന്നുണ്ട്. അവൻ പറയുന്നു, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായവരെ പോലെ. അതായത് അവരൊക്കെയാണ് പാപികൾ, ഞാൻ അങ്ങനെ അല്ല. അതുമാത്രമല്ല, അവൻ്റെ മനസ്സിലുണ്ടായിരുന്നവരിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി എന്ന് മാത്രമല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയുന്നത്, അവൻ്റെ നോട്ടം അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരിലേക്ക് പോയത് കൊണ്ടാണ് ആരോട് പ്രാർത്ഥിക്കണമെന്നും എന്ത് പറയണമെന്നും അവന് വ്യക്തത കിട്ടാതെ പോയത്. ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഐ പ്രേസ് യു ബിക്കോസ് ഐ എം നോട്ട് ലൈക്ക് ദീസ് പീപ്പിൾ. ഇവരെ പോലെയൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എത്ര വികലമായ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് ഈ പരീശൻ നമ്മുടെ മുൻപിലേക്ക് കാഴ്ചവെക്കുന്നത്. ആരോട് എന്ത് പറയണമെന്നുള്ളത് ദേവാലയത്തിൽ ചെന്നപ്പോൾ മറന്നുപോയ ഈ മനുഷ്യൻ തനിക്ക് ചുറ്റിനും നിൽക്കുന്നവരെ നോക്കി അവർക്കൊക്കെ ചില പേരുകൾ നൽകിയിട്ട് ഞാൻ അവരെ പോലെ ഒന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ അവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം പറയാൻ ശ്രമിക്കുന്ന പരീശനെ ഈ ഭാഗത്ത് നാം കാണുന്നു. ഇനിയും 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരത്തുവാൻ ശ്രമിക്കുന്ന പരീശൻ. ആഴ്ചയിൽ 2 വട്ടം ഞാൻ ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അതായത് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ താൻ നിൽക്കുന്ന ഇടത്ത് തനിക്ക് നിൽക്കുവാനുള്ള യോഗ്യത തനിക്ക് നൽകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ദൈവത്തോട് അങ്ങോട്ട് പറയുകയാണ്. നിനക്കറിയാമല്ലോ ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നുണ്ടെന്ന്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പതാരം കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ റിലിജിയൻ, എൻ്റെ മതം എന്നെ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഏറ്റവും ചിട്ടയോടുകൂടെ വ്യക്തമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാമല്ലോ. ഇതാണ് പരീശൻ്റെ പ്രാർത്ഥനാ സ്വഭാവം, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു എസെൻസ് അല്ലെങ്കിൽ സമ്മറി എന്ന് പറയുന്നത് ഇതാണ്. ഇനിയും നാം കാണുന്ന അവിടുത്തെ 2ാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് മറ്റൊരു വിശ്വാസിയാണ്. വ്യത്യസ്തമായ മനോഭാവം തൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മറ്റൊരു വിശ്വാസിയെ നമുക്ക് കർത്താവ് അവിടെ കാണിച്ചു തരികയാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. നമ്മൾ ഈ ഒരു കർത്താവ് പറയുന്ന ഈ ഉപമയിലെ ഈ 2 ക്യാരക്ടേഴ്സിനെ
ഒന്ന് മനസ്സിൽ ചിത്രീകരിക്കുവാൻ, ഒന്ന് പിക്ചറൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, ഒരു ദേവാലയത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ഇവിടെ എഴുതിയിരിക്കുന്നത് ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട്. അതുകൊണ്ട് വിശുദ്ധ മദ്ബഹ എന്നൊക്കെ നമ്മൾ പറയുന്ന ദൈവത്തിൻ്റെ പ്രസൻസ് ഏറ്റവും അധികം അനുഭവിക്കപ്പെടുന്ന വിശുദ്ധമായ സ്ഥലം നമ്മുടെയൊക്കെ ദേവാലയത്തിലെ ആ മദ്ബഹായ്ക്ക് അരികിലേക്കൊന്നും കടന്നു വരുവാൻ പോലും പറ്റാതെ അവൻ ദൂരത്ത് നിൽക്കുകയാണ്. കാരണം അവൻ്റെ മനസാക്ഷി അങ്ങോട്ട് അവനെ അനുവദിക്കുന്നില്ല. അകത്തേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പ്രസൻസ് ഏറ്റവും ഉണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്ന ആ വിശുദ്ധ മദ്ബഹായുടെ ഒന്നും അടുത്ത് നിൽക്കാനുള്ള യോഗ്യത അവനില്ല എന്ന് കരുതിയിട്ട് അവൻ ദൂരത്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അന്നത്തെ കാലത്തെ സിനഗോഗുകളുടെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ പ്രത്യേക രീതിയിലാണ്. ഓരോ കൂട്ടർക്കും നിൽക്കുവാനൊക്കെ പ്രത്യേകം ഇടങ്ങളുണ്ട്. തൂണുകളുടെ മറവിലും തൂണുകൾക്കകത്തും അതിവിശുദ്ധ സ്ഥലത്തിനോട് ചേർന്നുമൊക്കെ വളരെ വ്യക്തമായ സ്ഥലങ്ങൾ ഡീമാർക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചുങ്കക്കാരൻ നിൽക്കുന്നത് എവിടെയോ ദൂരത്താണ്. അവൻ ദൂരത്ത് നിന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അവൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ അവന് മനസ്സുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ മനസ്സുണ്ടാകുന്നില്ലെന്നല്ല, അവൻ അതിന് യോഗ്യതയില്ല എന്ന് കണ്ടിട്ട് അവൻ മാറത്തടിച്ചു, കുനിഞ്ഞു നിന്ന് മാറത്തടിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പരീശൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ അവിടെ നിന്ന് തന്നോട് തന്നെ സംസാരിച്ചുവെങ്കിൽ, ഇവിടെ ഈ മനുഷ്യൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ആരോടാ പറയുന്നത്? ദൈവമേ എന്നോട് കരുണ. അവനെ തന്നെ ഒരു വാക്ക് വിളിച്ചാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ്? പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഇത്രയും മാത്രമേ ആ മനുഷ്യൻ പറഞ്ഞുള്ളൂ. എൻ്റെ വിചാരം അതിനുശേഷം ഒന്നും പറയുവാനായിട്ട് വാക്കുകൾ ആ മനുഷ്യൻ്റെ ഉള്ളിലില്ല. കാരണം തൻ്റെ പാപബോധം തൻ്റെ വാക്കുകളെ ഞെരുക്കിക്കളയുകയാണ്. പിന്നെ അവിടെ ഒരു ഞരക്കം മാത്രമേ അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഹി വെന്റ് ബാക്ക് ഹോം ജസ്റ്റിഫൈഡ്. മറ്റവൻ അങ്ങനെയല്ല. നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. അതായത് ഈ ഉപമ പറഞ്ഞു തുടങ്ങുമ്പോൾ താൻ ആരെക്കുറിച്ചാണ്, അതായത് പരീശനെന്നോ ചുങ്കക്കാരനെന്നോ ഉള്ള ആ ഒരു നെയിം ടാഗ് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് പറഞ്ഞു, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാനായി ദേവാലയത്തിലേക്ക് പോയി. അപ്പോൾ അവർ രണ്ടുപേരും വന്ന ഉദ്ദേശം ഒരേ ഉദ്ദേശത്തോടു കൂടിയാണ്. ദി എയിം വാസ് സെയിം, ബട്ട് ദി ഔട്ട്കം വാസ് ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ഓഫ് ദം. രണ്ടുപേരും ഒരേ ഉദ്ദേശത്തോടു കൂടെ കടന്നു വന്നു, പക്ഷെ മടങ്ങിപ്പോയപ്പോൾ ദി ഔട്ട്കം വാസ് ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ദീസ് പീപ്പിൾ. രണ്ടുപേരും മടങ്ങിപ്പോകുമ്പോൾ അവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് ലഭിച്ച റിസൾട്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായതാണ്. സ്വയം നീതീകരിക്കപ്പെട്ടു വന്നവൻ ദൈവസന്നിധിയിൽ നിന്ന് നീതീകരിക്കപ്പെടാതെ പോയി. സ്വയം പാപി എന്ന് വിളിച്ചു വന്നവനോ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. ഞാൻ ഈ ഒരു ഉപമയിൽ നിന്ന് നമ്മുടെ ദൈനംദിന ജീവിതവും വിശ്വാസ ജീവിതവുമായി ഒക്കെ ബന്ധിപ്പിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ ഒരു ഉപമ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ഇതിൽ നിന്ന് വചനധ്യാനവും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ളത് കൊണ്ട്, ബിക്കോസ് വി ആർ ടു ഫെമിലിയർ വിത്ത് ദിസ് പാസേജ്, ഇതൊക്കെ അങ്ങോട്ട് വായിച്ച് തുടങ്ങുമ്പോഴേ നമ്മൾ വിചാരിക്കുമോ ഇതിനകത്ത് ഇപ്പം ഇനി ഇതിന് മാത്രം ചിന്തിക്കാൻ എന്നാ, ചുങ്കക്കാരനെ പോലെ ജീവിക്കണമെന്നാണ് ഈ ഭാഗം പറയുന്നത്. ശരിയാണ്, ചുങ്കക്കാരനെ പോലെ ജീവിക്കണമെന്നാണ് ഈ ഭാഗം പറയുന്നതെങ്കിലും എപ്പോഴൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഈ പരീശൻ്റെ സ്വഭാവമുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ചുങ്കക്കാരനെ പോലെ ജീവിക്കണമെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, നീ എപ്പോഴൊക്കെയാണ് നിൻ്റെ ജീവിതത്തിൽ ഈ പരീശ സ്വഭാവം കാഴ്ചവെക്കുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടായെങ്കിലേ ചുങ്കക്കാരനെ പോലെ നീതീകരിക്കപ്പെട്ടവനായി പോകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് സാധിക്കത്തുള്ളൂ. ഒരേ ഉദ്ദേശത്തോടു കൂടെ കടന്നു വന്ന 2 പേർ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ച്, ത്യാഗങ്ങളൊക്കെ സഹിച്ച്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചൊക്കെ കടന്നു വന്ന എത്രയോ പേര്. നമ്മുടെ ഉദ്ദേശം എന്താ? ഇവിടെ വന്ന് അല്പസമയം ഗായക സംഘത്തോടൊപ്പം അവർ പാടുന്ന അതേ ആത്മാവിൽ പാട്ട് പാടണം, മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ വിഷയങ്ങൾ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, വചനം കേൾക്കണം. ഇതെല്ലാം നമ്മൾ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശമാണ്. എന്നാൽ നമ്മൾ എല്ലാവരും മടങ്ങിപ്പോകുന്നത് ഒരുപോലെയാണോ എന്നൊരു ചോദ്യം വേണ്ടേ? ഒരേ ഉദ്ദേശത്തോടുകൂടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മെ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ദൈവത്തെ കാണാനായി കടന്നു വരുന്ന നമ്മൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, ദൈവമേ നീ എന്നെ ഒന്ന് കണ്ടോ?
നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് കണ്ടോ? എവിടെയാ എൻ്റെ പോരായ്മ? മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ പ്രിയ ബിനുപദേശി ഇങ്ങനെ ഒരു വാചകം പ്രാർത്ഥിച്ചു: ഇന്നത്തെ വചന കേൾവിയിൽ നിന്ന് ദൈവമേ, ഒരു പാപമെങ്കിലും ഒന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകണമെന്ന്. ഒന്നല്ല, എത്രയോ അധികം പാപങ്ങളെ നിരത്തുവാനായി ഈ വചനം നമ്മളുടെ മുൻപിലേക്ക് ദൈവം തുറന്നു വെച്ചിരിക്കുകയാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിച്ചത്, കൂടുതൽ വചനം കേൾക്കുന്നവർക്ക് കൂടുതൽ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതൊന്നും കേൾക്കാതെ ജീവിക്കുന്നവരെ ഒരുപക്ഷെ ദൈവം നീതീകരിക്കപ്പെട്ടവരായി കാണും, കാരണം ഇത് കേൾക്കാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ എന്നോർത്ത്. പക്ഷേ നമ്മളൊക്കെയോ എന്തോരം വചനം കേൾക്കുന്നു, ഏതൊക്കെ തരത്തിലെ കമൻട്രികളും ഇൻ്റർപ്രിട്ടേഷൻസും, എത്ര വേർഷൻസിലെ ബൈബിളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും സാഹചര്യങ്ങൾ ധാരാളം ഈ ആത്മീയ തരംഗം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് ലഭിച്ചിട്ടും, അവസരങ്ങൾ ലഭിച്ചിട്ടും നമ്മളൊന്നും നീതീകരിക്കപ്പെടാതെ പോകുവാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളും ആഗ്രഹിക്കാൻ ഇടവരരുത്. ഒരേ ഉദ്ദേശത്തോടുകൂടെ കടന്നു വരുന്ന നാം ഓരോരുത്തരും ഒരുപോലെ സന്തോഷിച്ചാണോ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്? അവനോ നീതീകരിക്കപ്പെട്ടു, സ്വയം പാപി എന്ന് വിശേഷിച്ചവൻ, ദൈവമേ നീ കരുണ ചെയ്യണമെന്ന് പറഞ്ഞവൻ, ദൂരത്ത് നിന്ന് മാറത്തടിച്ചുകൊണ്ട് ദൈവത്തെ നോക്കുവാൻ, ഒന്ന് തലപൊക്കി നോക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് കണ്ട മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് പോയി. വീണ്ടും ഞാൻ ഒന്നാമത്തെ വിശ്വാസിയുടെ മനോഭാവത്തിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുക. ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്ന ഒന്നാമത്തെ വിശ്വാസി, ഞാൻ ആ പരീക്ഷനെന്നോ ചുങ്കക്കാരൻ എന്നുള്ള ആ പദം ഒഴിവാക്കിക്കൊണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ വിശ്വാസി എന്ന് പറയാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നമ്മളെ തന്നെ ആ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ഒന്നാമത്തെ വിശ്വാസി അവിടെ വന്നപ്പോൾ തനിക്ക് ചുറ്റിനും നിൽക്കുന്നവരെയും ഇരിക്കുന്നവരെയും ഒക്കെ ഒന്ന് നോക്കി. ഇനി നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. നമ്മളൊക്കെ ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചയും ആത്മീയ തരംഗത്തിൽ എല്ലാ മാസത്തിൻ്റെയും ബുധനാഴ്ച കടന്നു വരുവാൻ സമയം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ ഞാനങ്ങ് അസ്യൂം ചെയ്യുകയാണ്, ഒരു ഞായറാഴ്ചയിലെയും ആരാധന മുടക്കാത്തവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എവിടെയാണെങ്കിലും ഞായറാഴ്ചയിലെ ആരാധന, വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കാം. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മൾ ആരാധിപ്പാനായി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ കാണേണ്ടുന്നവനെയാണോ കാണുന്നത്? ദൈവത്തെയാണോ കാണുന്നത്? അതോ നമുക്ക് ചുറ്റിനും നിൽക്കുന്നവരെയും ഇരിക്കുന്നവരെയും അവരുടെ സംസാരത്തെയും ഒക്കെയാണോ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത്? ഇതൊരു പ്രാക്ടിക്കൽ ചോദ്യമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആരാധനാ ജീവിതത്തോട് ചേർന്ന്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആദ്യത്തെ വഴിപാട് ദൈവത്തിന് അർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കയീനും ഹാബേലും രണ്ടുപേരും വഴിപാട് സമർപ്പിക്കാനായി പോയി എന്നാണ് പറയുന്നത്. കയീനോ കൃഷിക്കാരനായിരുന്നു, ഹാബേലോ ആട്ടിടയനായിരുന്നു. രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വഴിപാട് കഴിക്കുവാനായിട്ട് കൊണ്ടുവന്നു. കയീൻ തൻ്റെ പച്ചക്കറിയിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു വഴിപാട് കഴിച്ചു. ഹാബേലോ തനിക്കുണ്ടായിരുന്നതിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഓഫറിങ് ദൈവത്തിന് കൊടുത്തു. അവിടെയും രണ്ടുപേരുടെയും ഉദ്ദേശം ദൈവത്തിന് വഴിപാട് കഴിക്കുക എന്നാണ്. പക്ഷേ ദി ഔട്ട്കം വാസ് ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ദ ബ്രദേഴ്സ്. കയീനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല എന്നും ഹാബേലിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചുവെന്നും ആ ഭാഗം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ, അതായത് ഈ വഴിപാട് കഴിഞ്ഞിട്ട് കയീൻ്റെ മുഖത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കയീൻ്റെ മുഖം വാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാ: ഓരോ ഞായറാഴ്ചയിലെ ആരാധനയ്ക്ക് ശേഷം, ഓരോ കൺവെൻഷൻ മീറ്റിങ്ങിന് ശേഷം, ആത്മീയ കൂട്ടായ്മകൾക്ക് ശേഷം എൻ്റെയും നിങ്ങളുടെയും മുഖം വാടുന്നുണ്ടോ അതോ പ്രസാദിക്കുന്നുണ്ടോ? ദൈവത്തെയാണ് യഥാർത്ഥമായി ഞാനും നിങ്ങളും കാണുന്നത് എങ്കിൽ, ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ അവൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് എങ്കിൽ, അവൻ്റെ സാന്നിധ്യം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ വന്നതുപോലെ മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കത്തില്ല. We will be radiant with the joy that Christ gives us. കർത്താവ് തരുന്ന തേജസ്സോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ മുഖം വാടിയും തല കുനിച്ചും വേദനിച്ചും ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ കാണേണ്ടുന്നവനെ ഞാൻ കണ്ടു. വളരെയധികം പ്രയാസത്തോടുകൂടെ കടന്നു വന്ന രണ്ടാമത്തെ വിശ്വാസി, അവൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ മാറത്തടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്, അല്ലേ? മാറത്തടിച്ച് കരഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് കരച്ചിലിൻ്റെ മനോഭാവം അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അവൻ നീതീകരിക്കപ്പെട്ടവനായി മടങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അവൻ്റെ മുഖത്ത് ഒരു ശോഭയുണ്ട്. കർത്താവിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ വേദപുസ്തകത്തിലുടനീളം ഫ്രം ദ ബുക്ക് ഓഫ് ജെനസിസ് ടിൽ ദ ബുക്ക് ഓഫ് റെവലേഷൻ നമ്മൾ നോക്കിയാൽ അറിയാം, ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടുള്ളവരുടെ ഒക്കെ മുഖം
ആ തേജസ് വഹിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സംഭവിക്കുന്ന പരാജയമെന്ന് പറയുന്നത് കാണേണ്ടുന്നവനെ കാണാൻ പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മയിൽ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ആരെയാ കാണുന്നത്? അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ വിശ്വാസി അവിടെ പറയുന്നത്, അല്ലേ? നമ്മൾ ചില പേരൊക്കെ ഇട്ടിങ്ങനെ വെച്ചിരിക്കുന്ന കുറച്ച് പേരെ കണ്ടിട്ട് നമ്മൾ അവരെക്കാളൊക്കെ ഭേദമാണെന്നുള്ള ഒരു ആത്മീയ നിലയിൽ, ഒരു നിലവാരത്തിൽ മുൻപോട്ട് പോകാനാണ് നമുക്കും ഇഷ്ടം. എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കുന്നവർക്ക് 1-2 മീറ്റിങ്ങിന് വരുന്നവരോട് പുച്ഛം, 1-2 മീറ്റിങ്ങിന് വരുന്നവനോ ഒരു മീറ്റിങ്ങിനും പങ്കെടുക്കാത്തവനെ കാണുമ്പോൾ പുച്ഛം. ഇതൊക്കെയല്ലേ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ക്രൈറ്റീരിയനായി, മാനദണ്ഡങ്ങളായി നമ്മളൊക്കെ കണ്ടുവച്ചിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ഇതിലൊന്നും പങ്കെടുക്കാത്തവരെയൊക്കെ വളരെ നിന്ദയും പരിഹാസവുമാണ്. ഇതെല്ലാം ഒന്നാമത്തെ വിശ്വാസിയുടെ മനോഭാവമാണെന്ന് ഇന്ന് ഈ പകൽക്കാലം ഈ വചനം നമ്മളോട് പറയുന്നുണ്ട്. ഒരല്പം പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ, ഒന്ന് പാടാൻ അറിയാമെങ്കിൽ, 4 വാചകം കൂട്ടിച്ചേർത്തൊരു പ്രസംഗം പറയാൻ അറിയാമെങ്കിലൊക്കെ നമുക്കെന്തൊരു അഹങ്കാരവും അഹംഭാവവുമാണ്. ഇതിനെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഏറ്റവും സമൂഹത്തിൽ നിന്ദ്യരെന്ന് തോന്നിയ ചിലരെയൊക്കെ ചേർത്തുകൊണ്ട് ഈ ഒന്നാമത്തെ വിശ്വാസി പറയാണ്, അവരെ കൂട്ടൊന്നും അല്ലാത്തത് കൊണ്ട്, അല്ലേ? എത്ര വികലമായ ഒരു ആത്മീയതയുടെ ഉടമയായിരുന്നു ആ ഒന്നാമത്തെ വിശ്വാസി എന്ന് ഓർത്ത് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നതിലെ പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ. മാർത്തോമാ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നവജീവൻ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നമ്മളിവിടെ വായിച്ച വ്യഭിചാരികളുടെയൊക്കെ ഇടയിലുള്ളൊരു ശുശ്രൂഷയുണ്ട്. ബോംബെ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നവജീവൻ സെൻറ്റർ ഞങ്ങൾക്ക് സഭയുടെ നിയോഗപ്രകാരം 3 വർഷക്കാലം ആ സ്ഥാപനത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വലിയ അവസരം ദൈവം തമ്പുരാൻ സഭയിലൂടെ ഞങ്ങൾക്ക് നൽകി. നമ്മൾ പറയുന്ന വ്യഭിചാരികളും അവരുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനമാണ് ബോംബെയിലെ നവജീവൻ സെൻറ്റർ. ഇപ്പറയുന്ന പേരോ അതിന് തതുല്യമായ ഒരു പേരോ ഈ സ്ത്രീകളെ വിശേഷിപ്പിക്കുവാൻ ഞങ്ങളുടെ ക്യാമ്പസിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും അവകാശമില്ല. മറിച്ച് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത് അമ്മമാരെന്നാണ്. കാരണം നമ്മുടെ സഭ ഏറ്റെടുത്ത് വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് അവർ. അതുകൊണ്ട് നമ്മൾ ഓരോ കുഞ്ഞിൻ്റെ പേര് ചേർത്ത് ഇന്ന ആളുടെ അമ്മ എന്ന് മാത്രമേ ഈ സ്ത്രീകളെ വിളിക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊക്കെ സമൂഹത്തിൽ ഏറ്റവും നിന്ദ്യമെന്ന് കരുതുന്ന തൊഴിലാണ് ശരീരം വിറ്റ് ജീവിക്കുക എന്ന് പറയുന്നത്. ഈ അമ്മമാരുമായിട്ടുള്ള 3 വർഷത്തെ ശുശ്രൂഷ കാലത്ത് ചിലപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു കുത്തൽ തോന്നിയിട്ടുണ്ട്. എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഈ സ്ത്രീകളിലെ ചിലരുടെയൊക്കെ എങ്കിലും ക്വാളിറ്റി എന്ന്. അതിലൊന്ന് ഞാൻ പറയാം. മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുവാൻ ഈ ചുവന്ന തെരുവിൽ നിന്ന് അമ്മമാർ വരും. അന്നത്തെ ദിവസം സ്കൂളിനൊക്കെ അവധിയാണ്. ഈ ക്യാമ്പസിലൊരു സ്കൂളുണ്ട് 10ാം ക്ലാസ് വരെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം ഏകദേശം 170 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിൽ ആ ദിവസം സ്കൂളിന് അവധിയാണ്. ചുവന്ന തെരുവിൽ നിന്ന്, അതായത് ബോംബെയുടെ കാമാട്ടിപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവർ വണ്ടി കയറി 100 മേളിൽ കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ മാർത്തോമാ സഭയുടെ നവജീവൻ സെൻറ്ററിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കാണുവാനായിട്ട് ഈ അമ്മമാർ വരും. മാസത്തിൽ ഒരിക്കലാണ് ഈ അമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിൽ കാണുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്. ഈ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, 20 വയസ്സിന് താഴെയൊക്കെയുള്ള പെൺകുട്ടികളാണ് ചുവന്ന തെരുവിലെ അമ്മമാരെന്ന് പറയുന്നത്. വളരെ ചെറുപ്രായത്തിൽ ചുവന്ന തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ബാല്യങ്ങളാണ് ഈ പെൺകുഞ്ഞുങ്ങൾ. 15 വയസ്സും 16 വയസ്സും ഒക്കെ ആകുമ്പോൾ 1-2 കുഞ്ഞുങ്ങളുടെ അമ്മമാരാകും അവർ. അവരുടെ കൂടെ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന മറ്റ് സ്ത്രീകളൊക്കെ തന്നെ ഈ ജീവിതയാത്രയിൽ HIV പോസിറ്റീവ് ബാധിച്ച് എയ്ഡ്സ് രോഗികളായൊക്കെ മരണമടയും. എന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്. അവരുടെ കൂടെ ഒരേ മുറിയിൽ ഈ തൊഴിൽ ചെയ്തിരുന്ന സ്ത്രീകൾ ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ കുഞ്ഞുങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട് എങ്കിൽ അവർ ഈ കുഞ്ഞുങ്ങളെ, സ്വന്തം കുഞ്ഞുങ്ങളെ കാണാൻ വരുമ്പോൾ സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അവരെന്ത് കൊണ്ടിരുന്നോ അതുപോലെ തന്നെ അവർക്ക് ഉടുപ്പോ കളിപ്പാട്ടമോ കഴിക്കാൻ ഭക്ഷണമോ ഒക്കെ ആയിട്ട് ഈ അമ്മമാർ വരും. എന്നിട്ട് ഒരുമിച്ചിരുത്തി സ്വന്തം കുഞ്ഞിനെയും സുഹൃത്തുക്കളുടെ, അതായത് മരണപ്പെട്ടു പോയ സുഹൃത്തുക്കളുടെ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ഭക്ഷണം വാരിക്കൊടുക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ അത് വല്ലാതെ വെല്ലുവിളിച്ചിട്ടുണ്ട്. കാരണം വളരെ സ്വാർത്ഥത നിറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി ഞാനും നിങ്ങളും ജീവിക്കുന്നുണ്ട്. അയൽവക്കത്തെ കുഞ്ഞിന് 0.1% മാർക്ക് കൂടിപ്പോയാൽ പിന്നെ ആ വീടുമായി ബന്ധം വിച്ഛേദിക്കുന്ന ആത്മീയതയുടെ ഉടമയാണ് ഞാനും നിങ്ങളുമെന്ന് തിരിച്ചറിയണം. എവിടെയാണ് നമ്മൾ പ്രസവിക്കാത്ത മറ്റൊരു കുഞ്ഞിന് അമ്മയാവാനോ അപ്പനാവാനോ നമ്മൾ ശ്രമിക്കുന്നത്? എവിടെയാണ് നമ്മുടെ പക്കൽ ദൈവം തന്നിരിക്കുന്ന റിസോഴ്സസിനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്? എവിടെയാണ് ഒരു തുറന്ന മനസ്സ് നമ്മൾക്കുള്ളത്? എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ആരും പരീക്ഷരല്ല എന്ന് പറയും.
നമ്മളാരും ഇവരെ പോലെയൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മുടേതായ ഒരു സെൽഫ് റൈച്ചസ്നെസ്സിൽ, സ്വയം നീതീകരണത്തിൽ നമ്മളുടെ ആത്മീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒന്നാമത്തെ വിശ്വാസി മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെ പോലെ ഒന്നും അല്ല ഞാൻ, ആത്മീയതയിൽ മറ്റുള്ള വ്യക്തികളുമായി താരതമ്യം പാടേയില്ല എന്ന ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റ ഒരാളുമായിട്ടേ താരതമ്യം പറ്റുള്ളൂ, അത് നമ്മൾ കാണുന്ന ക്രിസ്തുവുമായിട്ടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ അടുത്തറിഞ്ഞിട്ടുള്ളവര്, കർത്താവിനെ അടുത്ത് നേരിട്ട് കണ്ടിട്ടുള്ളവരൊക്കെ അവർ പാപികളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നിട്ടുള്ളത്. പത്രോസിനെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലേ. പത്രോസ് അറിയുന്നു കർത്താവാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത്, മശിയാണെന്ന് അറിയുമ്പോൾ പറയുന്നു, കർത്താവെ നീ എന്നെ വിട്ട് പോ, ഞാൻ പാപിയായൊരു മനുഷ്യൻ. യെശയ്യാ പ്രവാചകനെ കമ്മീഷനിങ് കൊടുത്ത് ഈ പ്രവാചക ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ യെശയ്യാവ് പറയുന്നു, ഞാൻ അരിഷ്ട മനുഷ്യനാണല്ലേ. അപ്പോൾ ദൈവത്തെ അടുത്ത് കാണുമ്പോൾ, ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തെക്കുറിച്ച് നമുക്കൊരു അവബോധമുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനുമൊക്കെ ഇരിക്കുന്നവരെ നോക്കിയിട്ടാ ഇവരെക്കാട്ടിലുമൊക്കെ ഞാൻ ഭേദമാണ് അല്ലേ. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിന് അവരാരും വന്നില്ല, ഞാൻ അതിനും വന്നു, ഇതിനും ഞാൻ വന്നു. നമ്മുടെ ഉള്ളിലെ ഈ വികലമായ ആത്മീയതയെ ഒന്ന് പൊളിച്ചെടുക്കാനാണ് കർത്താവ് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മളെക്കുറിച്ച് ഈ വചനം തന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കാണുന്ന ഇടമായി നമ്മളുടെ ആത്മീയ ആരാധനകൾ മാറാതെ കാണേണ്ടുന്നവനെ കാണുവാനും കാണേണ്ടുന്നവനെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന രൂപാന്തരത്തെക്കുറിച്ചുള്ള ബോധവുമായി വരുവാൻ നമുക്ക് സാധിക്കണം. ദൈവമേ, എൻ്റെ പാപം എന്താണെന്ന് നീ എനിക്ക് കാണിച്ചു തന്നേ മതിയാകൂ. എനിക്കെവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നതെന്ന് കാണിച്ചു തന്നേ മതിയാകൂ. വയനാടിൻ്റെ ദുരന്തവും ദുരന്തഭൂമിയിലെ കഥകളുമൊക്കെയാണ് ഇത് സംഭവിച്ച അന്ന് തൊട്ട് നമ്മളുടെയൊക്കെ സംസാര വിഷയങ്ങൾ. നമ്മുടെ വാട്സാപ്പ് എടുത്താൽ, ഏത് സോഷ്യൽ മീഡിയ നോക്കിയാൽ, പരസ്പര സംഭാഷണത്തിലൊക്കെ തന്നെ നമ്മൾ വയനാട് സംഭവിച്ചതിനെക്കുറിച്ച് പറയും. നമ്മുടെ വിചാരം 2 ഡെറ്റോളോ 4 സോപ്പോ ഒക്കെ മേടിച്ചു കൊടുത്ത് ഈ സപ്ലൈസിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നല്ലോ. എന്നാൽ ഈ ദുരന്തം എന്നെയും നിങ്ങളെയും എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടോ? എത്ര നൈമിഷികമാണ് നമ്മളുടെ ജീവിതമെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്കൊരാവേശമുള്ളിൽ ഉണ്ടാകുവാൻ ഈ വയനാടിൻ്റെ ദുരന്തം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാര്യം, അതിൻ്റെ ഒതൻറ്റിസിറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലെങ്കിൽ പോലും എന്നെ അത് ഏറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അതായത് ഈ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു തകർന്ന അലമാരി കണ്ടെത്തുകയും അതിനകത്ത് നിന്ന് ഒരു കടലാസ് ലഭിക്കുകയും ചെയ്തു. ഈ കടലാസ് ഒരു പരാതിപത്രമാണ്. ആ പരാതിപത്രം ഇങ്ങനെയാണ്: എൻ്റെ വേലിക്കകത്തേക്ക് അയൽവക്കക്കാരൻ ഒരു കല്ല് എടുത്തിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു പരാതിയും അതിൻ്റെ പേരിൽ ഇനിയും കോടതിയിൽ ചെന്ന് വഴക്കും വെക്കാണോ ഒക്കെ. നമ്മളൊന്നും ഓർക്കണം, വേലി എവിടാണെന്നോ കല്ലെവിടാണെന്നോ പരാതിക്കാരനും ആരെക്കുറിച്ച് പരാതി പറഞ്ഞെന്നുള്ളവനെല്ലാം മണ്ണിലടിയിലായിരിക്കുമ്പോൾ ശേഷിച്ചത് ആ പരാതിപത്രം മാത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടുന്നതിനെ വിട്ടുകൊടുക്കാതെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഇതെല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോകുമെന്ന് കരുതി കൈകൊട്ടി പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ നമുക്ക് ആവേശമുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ പ്രായോഗികമായ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോഴും നമ്മളൊരു ക്രൈസ്തവ പ്രതികരണം കാണിക്കാറില്ല. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പാപബോധമില്ലാതെ പോകുന്നത്. സഹോദരനോട് എങ്ങനെ ഇടപെടണം, അയൽവക്കക്കാരനോട് എങ്ങനെ ഇടപെടണം, ഒരുപക്ഷെ അക്രൈസ്തവനായിരിക്കാം, അവനോട് എങ്ങനെ നാം ഇടപെടണം. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ഒരുപക്ഷെ വേദപുസ്തകത്തിൽ നിന്നൊന്നും പറഞ്ഞു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്ന് വരത്തില്ല. പക്ഷേ എന്നെ നോക്കുന്ന ഒരാൾക്ക് വിശുദ്ധ വേദപുസ്തകം കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഐ മേ ബി ദി ഓൺലി ബൈബിൾ ദാറ്റ് അതർ പീപ്പിൾ മേ ഗെറ്റ് ടു റീഡ് ഇൻ ദെയർ ലൈഫ്സ്. എവിടെയാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം? നമ്മളുടെ പ്രാർത്ഥനയിലും നമ്മളുടെ പ്രസംഗത്തിലും നമ്മളുടെ ആത്മീയത എന്ന് പറയുന്ന കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റാരെങ്കിലും ഇതിലൊക്കെ സ്വാധീനിക്കപ്പെടുമെന്ന്? ഇതിനേക്കാളൊക്കെ എത്രയോ ഗൗരവമായ വിഷയങ്ങൾ ഓരോ ദിവസവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിലൂടെ നമുക്കൊന്ന് കാഴ്ചവെക്കാൻ പറ്റുമോ? ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മളെക്കാൾ മുതിർന്നവർ, പ്രായത്തിലിരിക്കുന്നവർ, വയ്യാത്തൊരാൾ കയറി വന്നാൽ നമ്മളൊക്കെ സൗകര്യപൂർവ്വം കണ്ണടച്ചിരുന്നങ്ങ് ഉറങ്ങും. കാരണം എഴുന്നേറ്റ് കൊടുത്താൽ നമ്മുടെ സീറ്റങ്ങ് പോകും. ഇസ് ദാറ്റ് എ ക്രിസ്ത്യൻ റെസ്പോൺസ്? ചെറിയ കാര്യമല്ലേ? നമ്മുടെ തലമുറയെ നമ്മളത് പഠിപ്പിക്കാറുണ്ടോ? കൊച്ചുങ്ങളോട് ആദ്യം പറയും മുറുക്കി പിടിച്ചിരുന്നോളാൻ പറയും അല്ലേ? പ്രായത്തിൽ മുതിർന്നവരോ ക്ഷീണാവസ്ഥയിലോ ആരെങ്കിലും കയറി വന്നാൽ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും, നമ്മൾ ഉറക്കം നടിക്കും. ഇറങ്ങേണ്ടിയ സ്റ്റോപ്പിൽ ഇറങ്ങില്ലേലും വേണ്ടുകയില്ല, ഈ സീറ്റ് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല.
ഇതല്ലേ പലപ്പോഴും നമ്മുടെ മനോഭാവം. ദൈവത്തെ ശുശ്രൂഷിക്കാനാണെന്നും പറഞ്ഞ് നമ്മൾ നേടിയെടുക്കുന്ന ചില സ്ഥാനങ്ങൾ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നും ഇല്ലല്ലോ. വിട്ടുകൊടുക്കുമോ നമ്മൾ? എന്നേക്കാൾ നന്നായി ചെയ്യുന്ന മറ്റൊരാളുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന് നമ്മൾ വെക്കുമോ? അല്ലെങ്കിൽ അനേക നാളുകളായി ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നു, മറ്റൊരാൾ ഇത് ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യട്ടെ, എൻ്റെ പേരും പ്രശസ്തി ഒന്നും എനിക്ക് വേണ്ട, എന്നാലാവുന്ന ഒരു സൈലൻറ്റ് ലീഡർഷിപ്പ് ഞാൻ പിന്നിൽ നിന്ന് കൊടുത്തോളാം. ഹൗ മെനി ഓഫ് us take that decision? നമുക്കതിന് സാധിക്കുമോ? ഇതൊക്കെയല്ലേ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടുന്നത്. ഒരു പുൾപിറ്റ് കിട്ടിയിട്ട് ഈ വചനം മറ്റുള്ളവരോട് പറയാമെന്നുള്ളതിനും അപ്പുറമായി എൻ്റെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി വരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ക്രൈസ്തവ റെസ്പോൺസ്, ഒരു ക്രൈസ്തവ ഇൻ്ററാക്ഷൻ, ഇടപെടൽ നടത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പറയേണ്ടുന്നതാണോ പറയുന്നത്? പറയേണ്ടാത്തത് ഞാൻ പറയുന്നുണ്ടോ? ധാരാളം കൂടുതലും സ്ത്രീകളാണല്ലോ പുരുഷന്മാരെക്കാൾ ഈ മീറ്റിങ്ങിൽ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പുരുഷന്മാരെക്കാൾ ഏറെ സംസാരിക്കുന്നതാരാ? സ്ത്രീകളാണല്ലേ. ഒന്ന് പറയേണ്ടിടത്ത് നമ്മൾ 4 പറയും. അത് നമ്മുടെ മിടുക്കായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരു മനുഷ്യനെ വളർത്താനാണോ തളർത്താനാണോ നിന്റെ സംസാരം? സ്വയം ചോദിച്ചു നോക്കണം. നമുക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും മണിക്കൂറുകൾ ഫോണിലൂടെ നമ്മളെ വളർത്തുന്ന യാതൊന്നും പറയാറില്ല. പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് കേട്ടതും കേൾക്കാത്തതും ഒക്കെ നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ ഇങ്ങനെയും പറയും, ശരിയാണോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനൊന്ന് കേട്ടു. ആരോടും പറയല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നെ ഇതൊക്കെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗം വായിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ദൈവമേ, എപ്പോഴും വിചാരിച്ചിരുന്നത് ഞാൻ അങ്ങ് ദൈവത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്നാണ്. പക്ഷേ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം വല്ലാതെ അലട്ടുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് വളരെ വേദനയോടെ നിങ്ങളോട് ഇത് പറയുന്നത്. അല്ല നിങ്ങളെല്ലാവരും പാപികളാണെന്ന് പറയാനൊന്നുമല്ല. ഈ രണ്ടാമത്തെ വിശ്വാസി ദൂരത്ത് നിൽക്കുന്നത് ഹിസ് കോൺഷ്യൻസ് ഡിസ്റ്റൻസ്ഡ് ഹിംസെൽഫ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. അല്ലെ, അവൻ്റെ മനസാക്ഷി അനുവദിച്ചില്ല ഏറ്റവും മുമ്പോട്ട് കയറി നിൽക്കാൻ. കാരണം അവനുള്ളിലൊരു തോന്നലുണ്ടായി. പക്ഷെ നമ്മളൊക്കെ ദേവാലയത്തിൽ നിൽക്കുന്ന നിപ്പ് കണ്ടാലോ, ഇവിടെ നിൽക്കാൻ എൻ്റെ അത്രയും യോഗ്യത വേറെ ആർക്കും ഇല്ലല്ലേ. ഇന്ന തിരുമേനി ഞങ്ങളുടെ കുടുംബത്തിലെ ആയിരുന്നു, ഇപ്പോൾ ഇന്ന സ്ഥാനം വഹിക്കുന്ന അച്ഛൻ ഞങ്ങളുടെ സ്വന്തക്കാരനാ. ഇതിലൊക്കെയാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ. അതൊന്നും കർത്താവ് ചോദിക്കത്തില്ല. ഞാൻ എന്നോട് തന്നെ ഇന്നലത്തെ രാത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ ജീവനെ എടുത്ത് ഞാൻ അങ്ങ് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ, കഥ കേട്ടിട്ടുള്ളതും, പത്രോസ് ഇങ്ങനെ അവിടെ ഇരിക്കുക, ആരെ കയറ്റി വിടണമെന്നറിയാൻ. ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പത്രോസ് എന്നോട് ചോദിക്കുക, ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിന്റെ യോഗ്യത എന്താ? വാട്ട് ഈസ് യുവർ എലിജിബിലിറ്റി ടു എൻറ്റർ ഹെവൻ? ഈ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നിന്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഞാൻ ആത്മീയത രംഗത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടെന്നോ? ഞാൻ സാധാരണ ഉപവസിക്കാറുണ്ടെന്നോ? ദശാംശം വേർതിരിച്ച് വെക്കാറുണ്ടെന്നോ? ഇതൊക്കെയാണോ ദൈവം തമ്പുരാൻ നോക്കുന്ന മാനദണ്ഡമെന്ന് സ്വയം ചോദിച്ചു നോക്കണം. സ്വയം നീതീകരിക്കപ്പെട്ടവനായി കടന്നു വന്നവൻ മുഖം വാടി മടങ്ങിപ്പോയി. പാപിയാണെന്ന് സ്വയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്മതിച്ചവനോ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ മിടുക്കോ, നമ്മളുടെ കഴിവോ, നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ്, അതായത് വലിയ ആളാകാൻ നമുക്ക് ലഭിച്ച അവസരങ്ങളോ, നമ്മളുടെ ക്വാളിഫിക്കേഷൻസോ, ഇതൊന്നും എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ വില പോകത്തില്ല. നിനക്ക് നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധമുണ്ടോ എന്നുള്ളതാണ്. നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടോ? നീ എന്നെ നേരിട്ട് കാണുമ്പോൾ നീ നിന്റെ ശ്രേഷ്ഠതയാണോ അതോ നിന്റെ പാപമാണോ നിന്റെ മുൻപിലേക്ക് വരുന്നത്? അതുകൊണ്ടാണ് കാണേണ്ടുന്നവനെ കാണണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. കാരണം ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ എൻ്റെ അശുദ്ധി തെളിഞ്ഞു വരുമെന്നുള്ളതാണ്. നമ്മളാരും ക്രിസ്തുവിൻ്റെ വിശുദ്ധി കാണുന്നില്ലല്ലോ. നമുക്ക് ചുറ്റിനും നിൽക്കുന്നവരുടെ അശുദ്ധി കണ്ടിട്ട് അത്രത്തോളം ഒന്നും പ്രശ്നം എനിക്കില്ലല്ലോ എന്ന് കരുതി ഒരു ആത്മസംതൃപ്തിയുടെ മനോഭാവത്തിൽ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരായി മാറിപ്പോകുന്നു. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലും നമ്മൾ സ്വയം ചിന്തിക്കേണ്ടുന്ന കാര്യം ഇതുതന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നവർ, അതൊക്കെ വേണം, വേണ്ടാന്നില്ല. പക്ഷേ കർത്താവേ, ഇവിടെ വരുമ്പോൾ നിന്നെ ഒന്ന് കണ്ടിട്ട് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ മനസാക്ഷി എവിടം വരെ വരാൻ എന്നെ അനുവദിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെ മുമ്പേ പറഞ്ഞതുപോലെ ഹിസ് കോൺഷ്യൻസ് ഡിസ്റ്റൻസ്ഡ് ഹിംസെൽഫ് ഫ്രം ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷേ ദൈവം തമ്പുരാൻ അങ്ങ് ഇറങ്ങി വന്നു ഈ രണ്ടാമത്തെ വിശ്വാസിയുടെ അടുത്തോട്ട്. എന്നിട്ട് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ നീതീകരിക്കപ്പെട്ടവനാണെന്ന്. എന്നാൽ ഒന്നാമത്തെ വിശ്വാസി സ്വയം നീതീകരിച്ച് അവനെ തന്നെ അങ്ങ് ദൈവം നിൽക്കുന്നിടത്തോട്ട് കൊണ്ടുവന്നു. പക്ഷെ ദൈവം അവൻ്റെ അടുത്ത് പോയില്ല. അതുകൊണ്ട് സ്വയം ചോദിച്ചു നോക്കണം, ദൈവമേ, നീ ഇന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ? നീ എൻ്റെ അടുത്തേക്ക് വരാതെ ഇവിടെ നിന്ന് പോകാൻ എനിക്ക്
പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ നമുക്കിടയായി തീരണം. വെള്ളമൊഴിക്കുന്ന ഇടങ്ങളൊക്കെ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടണമെന്ന് പറയുന്നത് പോലെ വചനം വീഴുന്ന ഹൃദയമാകുന്ന നിലങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുന്ന നിലങ്ങളായി മാറണം. ശരിക്കും പറഞ്ഞാൽ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന നിങ്ങളും നിൽക്കുന്ന ഞാനും നമ്മൾ ഇത്രയും പേര് നന്നായാൽ എത്ര പഞ്ചായത്ത് നന്നാവും? ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഇത്രയും പേര് ആത്മാർത്ഥമായി വിശ്വാസ ജീവിതത്തിലൊന്ന് നന്നായാൽ എത്ര പഞ്ചായത്തുകൾ നന്നായെന്നിരിക്കും. നമ്മുടെ ചുറ്റിനുമുള്ളവരൊക്കെ ഈ ക്രിസ്തുവിനെ അറിയാൻ വാഞ്ച കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? എപ്പോഴും ഈ വേദപുസ്തകം കശത്തി വെച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ പറഞ്ഞ അതേ വാക്ക് ആ പ്രാർത്ഥന കഴിഞ്ഞു വരുമ്പോഴും പറയുന്നത്. ആരാധനയ്ക്ക് പോയ അതേ മനോഭാവത്തോടു കൂടെ തന്നെ തിരിച്ചു വരികയാ. അവിടെ ലഭിച്ച ജീവനുള്ള തേജസ് എവിടെ? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. അതുകൊണ്ടാണ് രൂപാന്തരം നമുക്ക്, അച്ഛൻ പറഞ്ഞ പോലെ, തരംഗങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ ഇടങ്ങളിൽ നിന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണമെന്ന് കരുതി, ദൈവസന്നിധിയിൽ ആരാധിക്കണമെന്ന് കരുതി, ഒരേ ഉദ്ദേശത്തോടു കൂടെ കടന്നു വന്ന് നമ്മൾ ഓരോരുത്തരും ഒരുപോലെ നീതീകരിക്കപ്പെട്ടവരായി ഇവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ള അവസ്ഥയെ അവൻ്റെ മുൻപിൽ തുറന്നു പറയുവാൻ നിനക്ക് സാധിക്കണം. നമ്മൾ പാപം ചെയ്യുന്നു നമ്മൾ ആരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ വരുമ്പോഴെങ്കിലും കുറഞ്ഞ പക്ഷം ഉടായിപ്പുകൾ മാറണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് ദൈവമേ പറയണ്ടാത്തത് പറയുന്നുണ്ട്, കേൾക്കണ്ടാത്തത് കേൾക്കുന്നുണ്ട്, വേണ്ടാത്തതൊക്കെ വെച്ച് പിടിച്ച് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പാപമാണെന്നൊന്ന് തുറന്ന് സമ്മതിക്കാൻ ഇങ്ങനെ ഒരു ഇടത്തെങ്കിലും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ മുഖം കയ്യിനെ പോലെ വാടി എപ്പോഴും ഇരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. അതവിടെ എടുത്തെഴുതിയിരിക്കുകയാണ്, മറ്റവൻ അങ്ങനെയല്ല. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെടാതെ നീതീകരിക്കപ്പെട്ടവനായി പോകണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ഉള്ളതുപോലെ ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ അറിയുവാനിടയായിത്തീരണം. മറ്റൊരു കാര്യവും കൂടെ അതിനോട് ചേർന്നൊരു മോറൽ ഓഫ് ദ പാരബിൾ പോലെ കർത്താവ് പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. എത്ര മനോഹരമായൊരു വചനമാണതല്ലേ? നമുക്കൊക്കെ നമ്മളെപ്പറ്റി ഭയങ്കര അഭിപ്രായമാണ്. അതാണ് നമ്മുടെ മറ്റൊരു വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മളെപ്പറ്റി നമുക്ക് ഭയങ്കര അഭിപ്രായം, ലോകത്താർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് നമുക്ക് നമ്മളെപ്പറ്റി ഉള്ളത്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന അവസാന ഭാഗത്ത്. തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും. എപ്പോഴാണ് ഈ താഴ്ചയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ എടുത്തടിച്ച പോലെ ഒരു ഏറെറിയും. എത്രത്തോളം ആഴത്തിലേക്ക് പോകുമെന്നൊന്നും നമുക്ക് പറയാനായിട്ടാണ് പറ്റത്തില്ല. എന്നാൽ നീ നിന്നെ തന്നെ ഒന്ന് തുറന്ന് കാണുമ്പോൾ ഓഫ്കോഴ്സ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ കണ്ണിലെ വളരെ വാല്യുബിൾ ക്രിയേഷൻസ്, അതിനൊന്നും യാതൊരു സംശയവും. വളരെ വിലമതിക്കപ്പെട്ട സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ. പക്ഷേ ആ ദൈവത്തോട് ചേർന്ന് നിന്നെങ്കിലേ ആ വില നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പക്ഷേ ആത്മീയ ജീവിതത്തിൻ്റെ യാത്രയിൽ ആദ്യമൊക്കെ നമ്മൾ വളരെയധികം താഴ്മയുള്ളവരായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ അല്ലേ, 2 വാക്ക് കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കാനൊക്കെ അറിയാമെന്ന് വെച്ചപ്പോൾ കുറച്ച് വചനങ്ങളൊക്കെ അങ്ങോട്ട് മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു അവസരം കിട്ടിയ കർത്താവിനെ കൂടെ അങ്ങ് പഠിപ്പിക്കുകയാണല്ലോ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഉള്ള വാക്യങ്ങൾ അവിടെ ഇവിടുന്നൊക്കെ കോട്ട് ചെയ്ത് എല്ലാം പറഞ്ഞ് കർത്താവിനെ കൂടെ പഠിപ്പിച്ച് ചില വാക്കുകളൊക്കെ അങ്ങ് തട്ടിക്കയറ്റും. കർത്താവുടെ ഡിക്ഷണറി തുറന്നു വെച്ചേക്ക് ഇതെന്താണെന്നറിയാൻ. അങ്ങനെയുള്ളൊരു അഹംഭാവം നമ്മൾ, അതുകൊണ്ടാണ് ഈ ആത്മീയ മേഖലയിൽ ഒത്തിരി അഹംഭാവവും അഹങ്കാരത്തിനുമുള്ള സ്കോപ്പുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അതിനുള്ള സാധ്യത ഏറ്റവും അധികമുള്ള മേഖലയാണ് അത്. അച്ഛന്മാരായിക്കോട്ടെ, തിരുമേനിമാരായിക്കോട്ടെ, സുവിശേഷകരായിക്കോട്ടെ, ലേ പീപ്പിൾ ആയിക്കോട്ടെ, ആരായിരുന്നാലും ചില താലന്തുകളെയൊക്കെ ദൈവം നമുക്ക് നൽകി കഴിയുമ്പോൾ അത് പിന്നെ നമ്മുടെ ഒരു പേരിന് വേണ്ടി ഉപയോഗിക്കത്തക്ക വിധത്തിലേക്ക് നമ്മളൊക്കെ മാറിപ്പോവും. അതിനെയാണ് കർത്താവ് പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനൊക്കെ താഴ്ത്തപ്പെടും. അതുകൊണ്ട് ഒത്തിരി ഓവർ കോൺഫിഡൻസ് ആത്മീയതയുടെ കാര്യത്തിൽ നമ്മൾ ആരും കൊണ്ട് നടക്കരുത്. ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്ന, ബിവെയർ ഓഫ് ഓവർ കോൺഫിഡൻസ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. ഞാൻ എപ്പോഴും പത്രോസിനെ ഓർക്കും. അതായത് പത്രോസ് പൊതുവേ ആവേശമുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. പത്രോസിൻ്റെ കർത്താവിനോടൊപ്പമുള്ള ഈ പബ്ലിക് മിനിസ്ട്രിയിൽ, പരസ്യ ശുശ്രൂഷയിലൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ പത്രോസ് മറ്റുള്ള ശിഷ്യന്മാരെക്കാട്ടിലൊക്കെ കർത്താവിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ നിൽക്കാനും ഒക്കെ വലിയ ആവേശം കാണിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നു, നീ എന്നെ തള്ളിപ്പറയുമെന്ന് പറയുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ആരൊക്കെ കൈവിട്ടാലും ഞാൻ നിന്നെ, അല്ലേ, ആരൊക്കെ നിന്നെ വിട്ട് ഓടിപ്പോയാലും ഞാൻ നിന്നെ. ദയവ് ചെയ്ത് കർത്താവിന് ഇങ്ങനത്തെ പ്രോമിസസ് നമ്മൾ കൊടുക്കരുത്.
അതായത് എന്ത് സംഭവിച്ചാലും ഞാൻ കുലുങ്ങത്തില്ല, നിന്റെ കൂടെ നിൽക്കും, അങ്ങനെയാ ഇങ്ങനെയാ, നിന്നെ സ്തുതിപ്പാനല്ലാതെ എൻ്റെ പക്കൽ വേറൊന്നുമില്ല. ഇതൊന്നും ദയവ് ചെയ്ത് അങ്ങോട്ട് കർത്താവിന് വേണ്ടാത്ത പ്രോമിസസ് നമ്മൾ കൊടുക്കരുത്. ആ ശീമോൻ പത്രോസാണ് കർത്താവിനെ പിടിക്കപ്പെട്ട രാത്രിയിൽ കോഴി കൂവും മുമ്പേ 3 പ്രാവശ്യം. അതുകൊണ്ട് പത്രോസ് ഒരു വലിയ എക്സാമ്പിളാണ് നമുക്ക്. ബിവെയർ ഓഫ് ഓവർ കോൺഫിഡൻസ് ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ്. ഞാനിതൊക്കെ കേൾക്കുന്നത് കൊണ്ട്, ഞാൻ ദൈവസന്നിധിയിൽ കൂടുതൽ നേരം മുട്ടുമടക്കുന്നത് കൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്ന് നമ്മളാരും കോൺഫിഡൻ്റ് ആകരുത്. നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മൾ വളരെ ലിമിറ്റഡ്, പരിമിതികളുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. എപ്പം വേണമെങ്കിലും വീണു പോകാവുന്നവരാണ്. ഈ വിശ്വാസ ജീവിതത്തിൽ പോലും ദൈവമേ താങ്ങി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. ദാവീദ് രാജാവ്, എ മാൻ ഹു സോട്ട് ഗോഡ്സ് ഹാർട്ട് എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തെ അന്വേഷിച്ചവൻ എന്ന് പറയുന്നത്. പക്ഷെ ഒറ്റ നോട്ടം ദാവീദിനെ വീഴ്ത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളാരും ഓവർ കോൺഫിഡൻറ്റ്, ഏതായാലും ദാവീദിനെ പോലെയോ ശീമോൻ പത്രോസിനെ പോലെ ആ ഉയരത്തിലൊന്നും നമ്മളാരും എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മളാരും ഒരു അധികം ആത്മവിശ്വാസം കൊണ്ട് നടക്കരുത്. പാപിയാണെന്ന് തിരിച്ചറിയുവാനും പാപബോധമുള്ളവരായി ജീവിപ്പാനും ഇത് ഏറ്റുപറയാൻ ലഭിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഓരോ വിശുദ്ധ കുർബാനയ്ക്കും നമ്മൾ വിശുദ്ധ മദ്ബഹായുടെ അരികിലേക്ക് നടന്നു വരുമ്പോഴും നമ്മുടെ നോട്ടം അപ്പുറത്തും ഇപ്പുറത്തും ആരായിരിക്കുന്നത്, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരാ മുട്ടുകുത്തുന്നത്, അവന് കൊടുത്തതിന് ശേഷമാണോ അച്ഛൻ എനിക്ക് തരുന്നത്, ഇനി എനിക്ക് തന്നെ ചാർക്കാ കൊടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്നും ചിന്തിക്കുന്നത്. അതിന് പകരം ആ വിശുദ്ധ മദ്ബഹായിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ആ ക്രൂശ് കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, ഇതിന് യാതൊരു യോഗ്യതയുമില്ല, എന്നിട്ടും നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഹൗ ലിമിറ്റഡ് യു ആർ, നീ എത്ര ചെറുതാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ ആത്മീയ ആരാധനയും അതിനുള്ള ഓർമ്മപ്പെടുത്തലായി മാറണം. ഞാൻ ആരോ ആയി എന്നുള്ള ഭാവത്തേക്കാൾ, ദൈവമേ ഇനി എന്തോരം എൻ്റെ ജീവിതത്തിൽ നിന്നിലേക്ക് അടുക്കുവാൻ എനിക്കുണ്ട്, നിന്നെ ഞാൻ കൂടുതൽ അറിയും തോറും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഞാൻ തിരിച്ചറിയുക എന്ന പാപബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരീക്ഷനാകണ്ട, ചുങ്കക്കാരനുമാകണ്ട, വിശ്വാസ ജീവിതത്തിൽ ചില രൂപാന്തരം ആവശ്യമാണ്. മനസ്സിലൊരു താഴ്മയുടെയും വിനയത്തിൻ്റെയും ഭാവം ആവശ്യമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് കർത്താവിൽ നിന്ന് നമുക്ക് ഈ പകൽക്കാലം കേൾക്കുവാൻ സാധിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.